ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളിലെ രണ്ടാമത്തെ നിയമം, ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നുണ്ട്, എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് ചെയ്താലും അതിന് അതേ അളവില് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകും. അതൊരു ചലന നിയമമാണ്. തർക്കങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത, സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല, അല്ലെ? അപ്പോൾ നമുക്കിന്ന് തർക്കങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ നിന്ന് പറയുന്നത്. തർക്കങ്ങളെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഒരു നല്ലൊരു മനുഷ്യന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മീഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ നല്ല സ്നേഹം ഉണ്ടാക്കിയെടുക്കാനും രണ്ടുപേരുടെ പ്രശ്നങ്ങൾക്കിടയിൽ നല്ല കൃത്യമായിട്ടൊരു അതിന്റെ ഒരു എന്താ പറയാ ഇടയിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒക്കെ കഴിയുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മീഡിയേറ്റർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് പഠിക്കേണ്ട ആളുകളാണ്, അല്ലെ? നമ്മളൊരു റോൾ മോഡൽ ആണെങ്കിൽ നമ്മൾക്ക് പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ കോൺഫ്ലിക്ട്സ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെ? അതായത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരു തോട്ട് എപ്പോഴും വരും, അല്ലെ? എപ്പോഴും നമ്മൾക്കൊരു കൺഫ്യൂഷൻസ് വരും. എന്തെങ്കിലും കാര്യം തീരുമാനമെടുക്കുമ്പോഴും പറയണതിനൊക്കെ മുൻപായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾക്കൊരു വലിയ ഒരു നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാവരും ഫീൽ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതൊരു എന്താണ്, നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ആ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ആ തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ട് അവസാനം ആരെങ്കിലും ഒരാൾ വിജയിക്കും. അപ്പൊ ആ പോസിറ്റീവ് ആയിട്ടുള്ള ആൾ വിജയിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പ്രോഗ്രാം അടിപൊളിയാവും. നെഗറ്റീവ് ആയിട്ടുള്ള ആളാണ് വിചാരിക്കുന്നത് എങ്കിൽ മിക്കവാറും അത് ഫ്ലോപ്പ് ആവും, അല്ലെ? അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്, രണ്ടാളുകൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്, അല്ലെ? രണ്ടാളുകൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വീടുകളിലും അല്ലാതെയും ഫ്രണ്ട്സും തമ്മിലും ഒക്കെ എന്താണ്, ഒരു രണ്ടുപേര് തമ്മിൽ എപ്പോഴും ഒരു തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഗ്രൂപ്പായിട്ട് കോൺഫ്ലിക്ട്സ് നടക്കാറുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, ടീമുകളിൽ, ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലൊക്കെ ഇതുപോലെ ഗ്രൂപ്പായിട്ട് നടക്കാറുണ്ട്. അതല്ലാതെ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലും ഓരോരുത്തരുടെ ബിലീഫ്സ് തമ്മിലും ഓരോരുത്തരുടെ പ്രയോറിറ്റികൾ തമ്മിലും ഒക്കെ നമുക്ക് എന്താണ്, അങ്ങനെയും നമുക്ക് എന്താണ് ഒരു വാല്യൂ കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നല്ലതാണോ ചീത്തയായിട്ടുള്ള ഒരു ചിന്തയാണ് വരുന്നത്? കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു എന്തോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഗാഠത്തിൽ അല്ലെങ്കിൽ ആഴത്തിൽ ഇറങ്ങി നോക്കുമ്പം കോൺഫ്ലിക്ട്സ് അത്ര ചീത്തയായിട്ടുള്ള കാര്യമല്ല. കാരണം അതിൽ നിന്നാണ് ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അവനവനെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മസംഘർഷം ഉണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യും. അപ്പം അതുണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ നമ്മളെ ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നായിരിക്കും ചിലപ്പം കുറച്ചും കൂടെ ഒരു ബെറ്റർ സെൽഫിനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നെങ്കിലും ശരിക്കും ഒരു നെഗറ്റീവ് അല്ലെന്ന് തോന്നുന്നു. അതായത് രണ്ടുപേര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന ഒരു കാര്യം, ഇന്നലെ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ, അതായത് കുറച്ച് കാര്യങ്ങളാണല്ലേ നമ്മളെ റേസ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇമോഷണലി നമ്മളെ ട്രിഗർ ചെയ്യാനായിട്ട് കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെ? അതായത് ഇമോഷണലി നമ്മളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് നമ്മളെ എന്താ ചെയ്യാം, നമ്മൾ അവഗണിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് അവഗണിക്കപ്പെടുക, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ട് നമുക്ക് അപ്രീഷിയേഷൻ കിട്ടാതിരിക്കുക, ഇങ്ങനെ, അല്ലെ? അതായത് നമുക്ക് ഉള്ളിൽ പ്രയാസം വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? നമ്മളെ ബ്ലെയിം ചെയ്യുക അനാവശ്യമായിട്ടില്ലേ, അതായത് നമുക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വല്ലാതെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ എന്താക്കും, ബ്ലെയിം ചെയ്യുക. അതുപോലെ എന്താണ്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾക്ക് എന്താണ്, നമ്മുടെ ഇമോഷണൽ ട്രിഗറിന് കാരണമാകും. ഈ കാരണം കൊണ്ടാണ് ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. അവർ തമ്മിൽ വാദപ്രതിവാദങ്ങൾ വരുന്നത്, തർക്കങ്ങൾ വരുന്നത്, വലിയ പ്രശ്നങ്ങൾ വരുന്നത്, വലിയ കൊലപാതകങ്ങൾ വരെ സംഭവിക്കുന്നത് ഇതിൽ നിന്നാണ്, അല്ലെ? അപ്പൊ ഒരു ഇമോഷണൽ ട്രിഗറിൽ നിന്നാണ് എന്താണ് ഒരു വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ആ ഇമോഷണൽ ട്രിഗർ നമ്മൾ വളരെയധികം, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും മെന്റലി നമ്മളിപ്പോ അണ്ടർ കൺട്രോളിലാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നെഗറ്റീവിലേക്കാണോ പോസിറ്റീവിലേക്കാണോ പോകുന്നത് എന്നല്ല ഇപ്പൊ ശരിക്കും ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇമോഷണൽ ട്രിഗർ നമുക്കായാലും മറ്റുള്ളവർക്കാണെങ്കിലും എപ്പോ വരും, എങ്ങനെ വരും, അതൊക്കെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെ, ഒരു പരിധി വരെ എന്താണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ ഫ്രണ്ട്സിലാണ്, ടീമിലാണ് ഒരു രണ്ടുപേര് തമ്മിൽ ഒരു പ്രോബ്ലം വന്നു, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, ഈഗോ വന്നു, ഇതിനൊക്കെ നമ്മൾ ഇടയിൽ നിന്നിട്ട് നമ്മൾക്കിത് പരിഹരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാളുടെ സൈഡിലും തെറ്റില്ല എന്നുള്ള വലിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടുപേർക്കും ആർക്കും എന്നില്ല, തെറ്റ് ചെയ്യുന്നവർ ആരും ഇല്ല ഈ ലോകത്ത്. തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് പലതും.
നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചും അവർക്കൊരു ന്യായത്തിനനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, അയ്യോ നമ്മൾ അറിവിലൂടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകും ആ ചെയ്തത് ശരിയായിരുന്നില്ല എന്നൊരു പാഠം പഠിച്ചിട്ട് നമ്മൾ അങ്ങനെ പുതിയ. അപ്പൊ പലപ്പോഴും അനുഭവങ്ങളിലൂടെയും അറിവുകളിലൂടെയും നമ്മളുടെ തീരുമാനങ്ങളൊക്കെ മാറി മാറി വരും അല്ലെ. അപ്പൊ അറിവുണ്ടാകാനും അനുഭവങ്ങൾ ഉണ്ടാകാനും ഓരോരുത്തർക്കും ആ ഒരു സാവകാശം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളായിട്ട് തർക്കിക്കുന്ന സമയത്ത് തർക്കിക്കുക എന്നുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഒരു തർക്കത്തിൽ നമ്മൾ പിന്തിരിയുക എന്നുള്ളത് അല്ലെങ്കിൽ തോറ്റു കൊടുക്കുക എന്നുള്ളത് ആണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പക്വതയോടുകൂടി പെരുമാറും. നമുക്കറിയാം നമ്മുടെ ഭാഗം തെറ്റല്ല, നമ്മുടെ ഭാഗം ശരിയാണ്, മറ്റുള്ളവരുടെ സൈഡ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തോറ്റു കൊടുക്കുമ്പോഴാണ് അവിടെ എന്താണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിയോ അറിവോ അനുഭവമോ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് സ്വയം എന്താണ്, നമ്മൾ ഓക്കെ ശരി നീ പറഞ്ഞതാണ് ശരി, നിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ശരി എന്ന് പറഞ്ഞ് നമ്മളുടെ മനസ്സിൽ നമുക്കറിയാം അല്ലെ, നമ്മൾക്കറിയാം അത് നമ്മുടെ ഭാഗം ശരിയാണെന്ന്, എന്നിട്ട് നമ്മളെ സമ്മതിച്ചു കൊടുക്കുന്നിടത്ത് നമ്മൾ എന്താണ് മെച്ചുവേർഡായി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ തോറ്റു കൊടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നല്ല, നമ്മളിവിടെ വിജയിക്കുകയാണല്ലേ ചെയ്യണത്. നമ്മള് മെന്റലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, എനിക്കറിയാം ഇത് തെറ്റാന്ന്, എന്റെ ഭാഗം തെറ്റാന്ന് അറിയാം, എന്നിട്ട് ഞാൻ തോറ്റു കൊടുക്കുമ്പോൾ ഇവിടെ ഞാൻ എന്റെ മനസാക്ഷിയുടെ മുന്നിൽ ദൈവത്തിന്റെ മുന്നിൽ ഒക്കെ നമ്മൾ ഉയരാണല്ലേ ചെയ്യണത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഈ ഒരു കോൺഫ്ലിക്ട്സിന് പേടിക്കാതിരിക്കുക എന്നുള്ളത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഈ കോൺഫ്ലിക്ട്സ് രണ്ടുപേര് തമ്മിൽ തർക്കമുണ്ടായി അതിലൊരു ശരി അല്ലെ, അതിലൊരു ശരിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ രണ്ടടിച്ച് പിരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണല്ലേ, രണ്ടുപേരും തോൽക്കാൻ തയ്യാറല്ല എങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് ഒരു ബാഡ് ഇന്റൻഷൻ ഉണ്ട് എന്നാണ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ഒരു ഭാര്യ ഭർത്താവ് ആണെങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഓൾറെഡി പ്രശ്നമല്ല പ്രശ്നം, അവർക്ക് വേറൊരു ഇന്റൻഷൻ ആണ് അവിടുത്തെ പ്രശ്നം. മനസ്സിലായോ? ഒന്നുകിൽ അവർക്ക് എന്താണ് ഈ ഒരാളായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, അതിന് മാത്രം കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു കോൺഫ്ലിക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ബാഡ് ഇന്റൻഷൻ ഉണ്ട് അവിടെ അല്ലെ, ഈ ഒരു ലൈഫ് ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ബാഡ് ഇന്റൻഷൻ ഉണ്ട് അവിടെ. അതേസമയം വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലായിട്ടൊക്കെ പല ആളുകളും ജീവിതം തകർന്നു പോണ ആളുകളുണ്ട്. അപ്പൊ ഓൾറെഡി ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലാൻ ചെയ്യാണ് ഇവിടെ കോൺഫ്ലിക്ട്സിന് വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി അതെന്താകില്ല, സൊല്യൂഷനിലേക്ക് എത്തില്ല. അപ്പൊ സൊല്യൂഷനിലേക്ക് എത്തുന്ന ഓരോ കോൺഫ്ലിക്ട്സും എന്താണ്, അത് വലിയ രീതിയിൽ നല്ല മാറ്റങ്ങൾക്ക് കാരണമാകും, രണ്ടുപേര് തമ്മിലുള്ള വലിയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാരണമാകും, ഡീപ്പായിട്ട് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ പരസ്പരം ഒരു മനസ്സിലാക്കാനും എന്താ പറയാ ഒരു ഒരു ഭയങ്കര വിശ്വാസം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് കാരണമാവുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഒരു കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ തർക്കിക്കും, അവരവരുടെ ന്യായങ്ങൾ പറയും അല്ലെ, എന്നിട്ടും നമ്മളുടെ ഇന്റൻഷൻ നല്ലതാണ് എങ്കിൽ അവിടെ പ്രോബ്ലം സോൾവിങ് നടക്കും അവിടെ, എന്നിട്ട് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് നടക്കും, വളരെ ഡിഫൈൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ എല്ലാ തരത്തിലും നമ്മൾക്ക് എന്താ പറയാ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു ബെസ്റ്റ് റിലേഷൻ അവിടെ ഉണ്ടാകാനും കാരണമാകും. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു തർക്കങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്താകണ്ട, അത് ഭയങ്കര ഒരു സംഭവത്തിലേക്ക് പോകണ്ട. രണ്ടുപേരും നല്ല മനസ്സോട് കൂടിയിട്ടാണ് അവരുടെ ന്യായങ്ങൾ പറയണതെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഒരാളവിടെ തോറ്റുകൊടുക്കും, ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ആളവിടെ തോറ്റുകൊടുക്കും, മറ്റേ ആള് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾക്ക് അല്ലെ രണ്ടുപേര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു രണ്ടുപേരും എന്തല്ല തെറ്റുകാരല്ല. അപ്പൊ നമ്മൾക്ക് ഒരാളെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല. ബ്ലെയിമിങ് എന്ന് പറഞ്ഞ സാധനം വെട്ടിടാ. കാരണം ബ്ലെയിമിങ്ങിന് നമുക്ക് ജീവിതത്തില് ഒരാളെ വളർത്താനോ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കാണാനോ പറ്റുന്ന സാധനമല്ല ബ്ലെയിമിംഗ് എന്ന് പറയുന്നത്. കുറ്റപ്പെടുത്തരുത് ഒരാളെ. ഒരാൾക്കും കുറ്റില്ല ഈ ലോകത്ത്. ഓരോരുത്തരും, അതായത് ചെറിയ കുട്ടി പഠിച്ചാണ് വലുതാവുന്നത് അല്ലെ, ആ വലുതായിട്ടുള്ള ഒരാൾ പഠിച്ചിട്ടാണ് വീണ്ടും ഒരുപാട് അറിവുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ഓൺ ദ വേ ആണ്. ചിലർക്ക് പ്രായം ഉണ്ടാകും പക്ഷെ അനുഭവം കുറവായിരിക്കും അല്ലെ. അപ്പൊ ഒരിക്കലും അത് അവരുടെ എന്തല്ല, അവർക്ക് അറിയാത്തതാണ് അല്ലെ, അറിവില്ലായ്മയാണ്, അതൊരു കുറ്റമല്ല. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്താനുള്ള അർഹതയില്ല. ഈ സംഭവം നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ചിന്തിക്കണ പോലെ ആയിരിക്കില്ല നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളും നമുക്ക് ചുറ്റുള്ള ആളുകളൊക്കെ ചിന്തിക്കാം. ഒരിക്കലും നമ്മളുടെ ബുദ്ധി വെച്ചിട്ടായിരിക്കില്ല അവർ ചിന്തിക്കുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കും, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ തർക്കത്തിനും അല്ലെ ഒരു ഇമോഷണൽ ട്രിഗറിനും ഒക്കെ കാരണമാകും. അങ്ങനെ നമ്മൾ പ്രശ്നങ്ങളാകും. അപ്പൊ ഞാനൊരു കാര്യം പറയണത്, നമ്മൾക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ സുന്ദരമായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ന്യൂട്ടനെ മറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂട്ടൻസ് ലോ പറയണ പോലെ ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളിലെ രണ്ടാമത്തെ നിയമം ന്യൂട്ടൻ സെക്കൻഡ് ലോ പറയുന്നുണ്ട്, എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് ചെയ്താലും അതിന് അതേ അളവില് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകും. അതൊരു ചലന നിയമമാണ്. ഇപ്പൊ നമ്മള് പട്ടാളക്കാര് വെടിവെക്കുന്ന സമയത്ത് നമ്മളാണ് ഒരു തോക്ക് എടുത്തിട്ട് ഒരു AK-47 എടുത്ത് നമ്മൾ വെടിവെക്കണത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ ഒടിഞ്ഞു പോകും. വെടി അങ്ങോട്ടാ പോണേ, വെടി ഉണ്ടാ, പക്ഷെ ഷോൾഡറിലേക്ക് വന്ന് ഈ ഗണ്ണ് വന്ന് അടിക്കും. ആ അടിയിൽ എല്ലൊടിഞ്ഞ ആളുകളൊക്കെ ഉണ്ട്.
അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഷോൾഡറിന്റെ ഈ കുഴിയില് നമ്മുടെ ഗണ്ണിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട്, അതായത് എങ്ങനെ സ്ട്രെങ്ത്തിൽ ഇവിടെ വന്ന് അടിച്ചാലും നമ്മൾ എല്ലൊടിയാത്ത വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യണം. അതൊരു എക്സാമ്പിൾ ആണ്. വെടിയുണ്ട പോകണന്റെ ഈക്വൽ ആയിട്ടുള്ള അതേ ഇതില് ശക്തിയില് എന്താണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കുന്നുള്ളതാണ്. ഇത് ഫിസിക്സിന്റെ ക്ലാസ് അല്ല, ഇതൊരു ന്യൂട്ടൺ ലോ പറയുന്ന കാര്യം. എന്ത് ചെയ്താലും അതിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്ന. പക്ഷെ ഒരു കോൺഫ്ലിക്ട്സിന്റെ ഇടയിൽ നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എടുക്കുമ്പോഴല്ലേ പ്രശ്നം ഗുരുതരാവണത്. അപ്പൊ നമുക്ക് ന്യൂട്ടന്റെ ലോ മറന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേണ്ടത്, ഈക്വൽ ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാ. സൈലൻസിനോട് ഭയങ്കര വലിയ പ്രാധാന്യമുണ്ട് അല്ലെ. ആ സൈലൻസ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ചെയ്യാതിരിക്കുക. നമ്മളപ്പോൾ ആലോചിക്കുക കോൺഫ്ലിക്ട്സിൽ എന്താണ് ഈക്വൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, സൈലൻസിന് ഭയങ്കര വലിയ പവർ ഉണ്ട് അല്ലെ. ആ നിശബ്ദമായിട്ട് ഇരിക്കുന്ന സംഭവത്തിന് ഒരു വലിയ സംഭവങ്ങൾ അത് നമുക്ക് പറഞ്ഞ പോലെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവണം. നമുക്കൊരു മെസ്സേജ് വന്നു, പെട്ടെന്ന് നമ്മൾ അപ്സെറ്റ് ആയി, അതിനൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളോട് പറയുന്നത് കീപ് സൈലൻസ്. 24 hour റൂൾ പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ അതിന് മറുപടി പറയാതിരിക്കുക. മനസ്സിലായോ? ഒരു ദിവസം നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാനിരിക്കാം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു കോൺഫ്ലിക്ട്സ് നടക്കുന്ന സമയത്ത്, ഒരു തർക്ക സമയത്ത് നമ്മൾ പ്രതിരോധിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിനോ പകരം നമ്മൾ ആ സൈലൻസിന്റെ പവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെ, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും, ഒന്ന് കാം ഡൗൺ ആവാനുള്ള സമയം കിട്ടും, നമ്മൾക്കും ഏതാണ് ശരി എന്ന് വ്യക്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടും. അപ്പൊ ഈ ഒരു സമയം കാത്തു നിൽക്കണം നമ്മൾ ഈ സൈലൻസിന്. നമ്മൾ പറഞ്ഞ പോലെ മൗനം വിദ്വാനുഭൂഷണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതായത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി സംസാരിക്കുന്നത് അല്ല ഒരു ബുദ്ധിയുള്ള ആളുടെ ലക്ഷണം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് മൗനം മണ്ടനും ഭൂഷണം എന്ന് പറയുന്നുണ്ട്. കാരണം വെറുതെ ബ്ലാബ്ലാവ് അടിക്കുന്നതും എന്താണ് നമുക്ക് ശല്യാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു രീതിയിൽ സൈലൻസിന് അത്രയ്ക്കും എന്താണ് പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ കോൺഫ്ലിക്ട്സിന് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അല്ലെ ഒരു കുറച്ച് സമയം പ്രതികരിക്കാതിരുന്നാൽ പോലും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു ലക്ഷ്യമില്ലാണ്ടാവും. ആരോടാ 2 കൈകൾ കൂട്ടിയടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ പോലെ അല്ലെ, നമ്മൾ ആ 2ാമത്തെ കൈക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കുക. അത് നമ്മളെ സംബന്ധിച്ച് എന്താണ് പ്രശ്നത്തിനെ പരിഹരിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കോൺഫ്ലിക്ട്സിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് അല്ലെ. ന്യൂട്ടനെ മറക്കുക എന്നുള്ള ഒരു സംഭവം നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർത്താൽ മതി, നമുക്ക് എന്തുണ്ടാവില്ല, അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് സംഭവം ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വിവേക ബുദ്ധി ഉണ്ടാവില്ലേ, ആ ഒരു ലോജിക്കൽ തിങ്കിങ് വരുന്ന നമ്മളുടെ കോർട്ടെക്സ് ബ്രെയിനിന്റെ ആ ഒരു എന്താ പറയാ ലോജിക്കൽ ബ്രെയിനിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന, നമ്മൾക്ക് പെട്ടെന്ന് ഒരു ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇമോഷണൽ ട്രിഗർ വരുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ ഏതാണ് വർക്ക് ചെയ്യുക, ശരിക്കും ബ്രെയിൻ വർക്ക് ചെയ്യണത് നമ്മളുടെ ലോജിക്കൽ ബ്രെയിൻ അവിടെ നിന്നിട്ട് ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുക. ഇമോഷണൽ ബ്രെയിനിന് കണ്ണുണ്ടൂടാ, അതാണ് പറഞ്ഞത്. എന്താ പറയാ, പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറഞ്ഞ പോലെ തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് ആൾക്കാർ വെറുതെ ആവശ്യമില്ലാണ്ടല്ലേ. നമുക്കൊക്കെ അറിയാം, മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കൊലപാതകം വരെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതായത് ആ സമയത്ത് ബോധം വർക്ക് ചെയ്യണില്ല, വിവേക ബുദ്ധി വർക്ക് ചെയ്യണില്ല, ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യണില്ല, പകരം ഇമോഷൻ. ആ ഇമോഷണൽ ബ്രെയിൻ നമ്മൾ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ബിലീഫ്സിന് എഗെയിൻസ്റ്റ് വന്നാൽ, നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരെ മതവികാരം വ്രണപ്പെടുത്തിയാൽ, അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ ആരാധകർ തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത് അവരുടെ ബിലീഫ് സിസ്റ്റത്തിനാണ് അത് ബാധിക്കുന്നത്. അപ്പൊ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ബ്രെയിൻ വർക്കിംഗ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താകും, അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് നമ്മൾ ആ സമയത്തുള്ള നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാണ്ടാവുമ്പോ. ശരിക്കും ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എന്താകും, നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാകും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇമോഷണൽ ട്രിഗറിന് നിന്ന് കൊടുക്കൂല എന്നുള്ളതാണ് നമ്മളുടെ വ്യത്യാസം. മനസ്സിലായോ? അതായത് എന്ത് ട്രിഗർ കിട്ടിയാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നെഗറ്റീവിലേക്ക് പോകണോ പോസിറ്റീവിലേക്ക് പോകണോ എന്ന്, അല്ലെങ്കിൽ പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. നമ്മളുടെ മൈൻഡിന് എന്തെങ്കിലും മാറ്റം വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പോ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുന്നേക്കാൾ മുമ്പേ നമുക്കറിയാൻ പറ്റും ഈ ഒരു സംഭവം. അപ്പൊ നമ്മൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സന്തോഷം, സങ്കടം, ദേഷ്യം, ഭയം, ഇതൊക്കെയാണ് നമ്മൾ അറിയാവുന്ന വികാരങ്ങൾ അല്ലെ. നമ്മൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് കാണുന്നത് ഇതൊക്കെയാ. അതായത് വേറെ അതല്ലാതെ കുറെ സംഭവങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരാളോട് നിരന്തരമായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അല്ലെ, അത് ആൾക്ക് മനസ്സിലാകാതിരിക്കാം. നിരന്തരമായിട്ട് ശ്രമിച്ചിട്ട് നമ്മൾക്ക് അതിന്റെ സക്സസിലേക്ക് എത്താൻ പറ്റാണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ എന്ത് പറയും? അതിനെ നമ്മൾക്ക് ഈ പറഞ്ഞ 4 വികാരത്തിൽ പെടുത്താൻ പറ്റുമോ? ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ. അതിനാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം നിരന്തരമായിട്ട് ചെയ്തിട്ടും അതിന്റെ റിസൾട്ട് വരാണ്ടാകുമ്പോൾ അതിന് പറയുന്ന ആ ഒരു ഇമോഷൻസിനെ പറയുന്ന പേരാണ് ഫ്രസ്ട്രേഷൻ അല്ലെ. അതായത് നമ്മുടെ ആ സിനിമയിൽ പറയണില്ലേ, താക്കോല് ഞാൻ നിന്റെ കയ്യിൽ തന്നില്ലേ, എന്നിട്ട് അത് ഒളിപ്പിച്ച് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ അതെവിടെ ഉണ്ട്? അപ്പൊ
എന്റെ കയ്യിൽ തന്നില്ലേ, അപ്പൊ ഓക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ, അപ്പൊ ഇപ്പൊ ആ താക്കോല് നീ എവിടെ വെച്ചത്, ഇപ്പൊ എന്റെ കയ്യിലില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിലാവാണ്ടാകുമ്പോ ഇല്ലേ, പോ 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 ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് സംഭവം വരുന്നത് അവിടെ. മനസ്സിലായോ? അപ്പൊ അതൊരു ഓരോ തരം ഇമോഷൻസ് നമ്മൾ എല്ലാത്തിനും കൂടി ഒരു ഗണത്തിൽ പെടുത്തല്ല ചെയ്യണത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് വേറെ പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇറിറ്റേഷൻ, ഇതൊരു തരം അവസ്ഥയാണ് അല്ലെ. ഒരുപാട് ആളുകൾ ഒരുപാട് എന്താ പറയാ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു സാധനം, ചെറുതായിരിക്കും വലുതൊന്നും അല്ല. ചില ആളുകൾ ചിലപ്പോൾ ഭയങ്കര ബ്ലാ സംസാരിക്കുന്നത് നമുക്ക് തീരെ പറ്റൂല. അപ്പൊ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും അല്ലെ. ഭയങ്കര സൗണ്ട് ഉണ്ടാവുന്നതും ഭയങ്കര ഓവർ സ്മെൽ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാധനം വരുമ്പോ നമുക്ക് വരുന്ന ആ ഒരു ഇമോഷൻസിനാണ് നമ്മൾ എന്താ പറയാ, ഇറിറ്റേഷൻ എന്ന് പറയാം. നമ്മൾ എല്ലായിടത്തും ഒരേ ഇമോഷൻ തന്നെ ഉപയോഗിക്കാണ്ടിരിക്കുക. നമുക്ക് മനസ്സിലാവണം ഇതിൽ ഏത് ഇമോഷനാണ് എനിക്ക് ഇപ്പൊ വരുന്നത്, മനസ്സിലായോ? അതിനനുസരിച്ച് മരുന്നാണ് നമുക്ക് കൊടുക്കേണ്ടത്. അടുത്തത്, ഒരാള് നമ്മളെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും വരിക, മാനസികമായിട്ട് നമ്മളെ തെറ്റിദ്ധരിക്കപ്പെട്ടു, നമ്മളോട് വലിയ വലിയ രീതിയിൽ നമ്മളെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചു. നമുക്ക് എന്ത് സംഭവിക്കും, മാനസികമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ഒരു മുറിവുണ്ടാവും അല്ലെ. അതിനെ നമ്മൾ എന്താ പറയും, ഹർട്ടായി എന്ന് പറയും അല്ലെ. അപ്പൊ ആ ഒരു അതായത് ആ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ പേരിൽ നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ബ്ലെയിമിങ്ങിലൂടെ നമുക്ക് വരുന്നതാണ് മെന്റൽ ഹേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരും. ചില ആൾക്കാർക്ക് ഓവറായിട്ടില്ലേ, ഒരുപാട് ജോലികൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടി ഓവറായിട്ട് ഓവർലോഡായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഓവർവെംഡ്, ടൂ മച്ച് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ വരുന്നതിന് നമ്മൾ എന്താ പറയും, ഓവർവെംഡ് എന്ന് പറയും. അപ്പൊ എന്താണ്, ഓരോ സാധനങ്ങളും എന്താണ് ഓരോ തരം വികാരങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്, ഓരോ തരം ഇമോഷൻസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, മാനസികമായിട്ട് കിട്ടുന്ന ഒരു തരം പ്രഷറാണ് അല്ലെ. അതിനൊരു മരുന്നില്ലാത്ത വിധത്തിൽ നമുക്ക് ആ പ്രഷർ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്ഡ് എന്ന് പറയും നമ്മൾ അല്ലെ. ആ ഒരു സാധനം നമ്മൾ, അപ്പൊ അതിനെ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ വരും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിന്നിട്ട് നമ്മുടെ ഹോപ്പ്, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറയും നമ്മള്, അതിന് ഡിസപ്പോയിന്റ്മെന്റ്, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഡിസപ്പോയിന്റ്മെന്റ്. അപ്പൊ നിരാശ, അങ്ങേയറ്റത്തെ നിരാശ, ഇതെല്ലാം ഓവറായിട്ട് വരുമ്പോഴാണ് നമ്മളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോണ വിധത്തിൽ എന്ത് സംഭവിക്കാം, ഡിപ്രഷനും അങ്ങനെയൊക്കെ വരാം. അപ്പൊ നമ്മളുടെ ഇമോഷൻസ് ഏതൊക്കെയാണ് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ എന്തിനെയാണ് ട്രിഗർ ചെയ്യപ്പെടുന്നത് നമുക്കറിയാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇറിറ്റേറ്റഡ് ആണ് നമ്മൾ വല്ലാതെ ശബ്ദം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് പോവാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അവിടെ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, അവിടെ നിന്ന് മാറി നിൽക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് പ്രതികരിക്കൊന്നും വേണ്ട. നമ്മൾ ഒരുവിധം കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യണ്ട. റെസ്പോണ്ട് ചെയ്യുന്നത് അത്ര വലിയ സംഭവം ഒന്നല്ല. റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും വലിയൊരു സൊല്യൂഷൻ ആണ് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്നത്. കുറേയൊക്കെ മനസ്സിലായോ? ചില ആളുകൾ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ചിലപ്പോൾ നമുക്ക് ഒന്നും പറയാണ്ട് എന്താ പറയാ റെസ്പോണ്ട് ചെയ്യേണ്ട അല്ലെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, ഭയങ്കരമായിട്ടും എന്താ പറയാ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക, സൈലന്റ് ആകുക. അവരുടെ അടുത്ത് പിന്നെ പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, ഒരു എന്താ പറയാ, നമ്മള് എന്താണ് കുറച്ചു നേരം കുറച്ചൊരു സാവകാശം നമുക്ക് ആലോചിക്കാം, നമുക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് അങ്ങനെ എന്താ പറയാ, നമുക്ക് പിന്നീട് സംസാരിക്കാം. മനസ്സിലായോ? അവരെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതായത് അവരുമായിട്ട് തർക്കിക്കാൻ നിൽക്കട്ടെ, അവരുടെ എനർജി ലെവലായിട്ട് എന്താ പറയാ മത്സരിക്കാൻ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. സൈക്കോ ആയിട്ടുള്ള ആളുകൾക്ക് അവരെപ്പോഴും എന്താണ് ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ബിഹേവ് ചെയ്യും പല ആൾക്കാരും. അപ്പൊ അവരുടെ ഒരു എനർജി വേറെയാ, അവരുടെ അനുഭവത്തിൽ നിന്നും അവരുടെ ചിന്തകളിൽ നിന്നുമാണ് അവർ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താകും, അതേ ഈക്വൽ ആയിട്ടുള്ള എനർജി നമ്മൾ യൂസ് ചെയ്യണോ? വേണ്ട അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ചെയ്യാം. ഓക്കെ, അത് ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് എന്താ നമ്മൾ പറഞ്ഞ പോലെ കോൺഫ്ലിക്ട്സിനെ നമ്മൾ തടുത്തു നിർത്താൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ രണ്ടുപേര് തമ്മിൽ തർക്കം നടക്കുമ്പോൾ രണ്ടുപേരുടെയും ന്യായങ്ങളെ നമ്മൾ പറയണം, രണ്ടുപേരുടെയും ന്യായങ്ങൾ സമ്മതിച്ചു കൊടുക്കണം. എന്നിട്ട് ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് മറ്റൊരാളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റണം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ അതായത് എപ്പോഴാണെന്നറിയോ പ്രശ്നത്തില് മീഡിയേറ്റർക്ക് ഒരു റോളില്ലാണ്ടാകുക, അവരുടെ ഭാഗം തെറ്റാണ് എന്ന് നമ്മൾ, അതായത് ഇപ്പൊ രണ്ടുപേരും തമ്മിൽ തർക്കിക്കാണ്, നമുക്കറിയാം ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത്. അപ്പൊ നമ്മൾ മറ്റാളോട് പറയാണ് നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഇപ്പുറത്തെ ആളുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മീഡിയേറ്റർ, അവിടെ ഒരു കോൺഫ്ലിക്ട്സ് അവസാനിക്കുമോ? ഇല്ല. അതായത് തർക്കിക്കുന്ന ആളോട് നമ്മൾ പറയണത് നിങ്ങളുടെ ഭാഗമാണ് ശരി, പക്ഷെ നമുക്ക് ഇങ്ങനെ, മനസ്സിലായോ? ആ രീതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനൊരു കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ. അവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മനസ്സിലാവണില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഇമോഷണൽ മെച്ചൂരിറ്റി ഉള്ള ആളല്ലേ നീ, നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ നമ്മ തോറ്റു കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യല്ലേ ചെയ്യണത്. നിന്റെ ഭാഗം ശരിയാന്ന് അറിഞ്ഞിട്ട് നീ തോറ്റു കൊടുക്കാനായിട്ട് തെറ്റുള്ള ആളുടെ ഭാഗത്ത് പറയുന്ന സമയത്ത് ഇവിടെ എന്താകും, അവര് ഓ ശരി
എന്റെ ഭാഗം ശരിയാണ്, എന്നാലും ഞാൻ തോറ്റു കൊടുക്കാം എന്നുള്ള രീതിയിൽ അവരെ സമ്മതിപ്പിക്കണം. ഇതാണ് നമ്മൾ രണ്ടുപേരുടെ ഇടയിൽ മധ്യസ്ഥന്മാരുണ്ടാവില്ലേ നാട്ടിലൊക്കെ, നമുക്ക് പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ തന്നെ ആണിന്റെയും പെണ്ണിന്റെ വീട്ടുകാർ തമ്മിലൊക്കെ അല്ല, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒക്കെ. അപ്പൊ എപ്പോഴും എന്താണ്, ഒരാളുടെ ഭാഗവും തെറ്റായിട്ട് പറയാതിരിക്കലാണ് ഒരു ബെസ്റ്റ് മീഡിയേറ്റർ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണത് എങ്ങനെയാ, ഇയാൾക്ക് എന്താണ്, ഏത് തരം ഇമോഷൻസിനാണ് ട്രിഗർ ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ പഠിക്കണം. മനസ്സിലായോ, എന്താണ് ഇവിടുത്തെ പ്രോബ്ലം നമ്മൾ അന്വേഷിക്കാണ്. നമ്മൾ കോൺഫ്ലിക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പോണ ആളുകളാണെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം, ആ പ്രശ്നത്തില് ആരുടെ ഭാഗത്താണ് ശരി, ഇവിടെ ഏത് തരം ഇമോഷൻ ആർക്കാണ് സംഭവിച്ചത്. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, കുറ്റബോധം ഉണ്ടാക്കിയിട്ടുണ്ടാവും ബ്ലെയിമിങ് വഴി അല്ലെ, ഹർട്ടായിട്ടുണ്ടാവും. ചില ആൾക്ക് ഏങ്കർ ആയിട്ടുണ്ടാവും, ദേഷ്യമായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇതിന് ഓരോന്നിനും ഏത് ഇമോഷനാണ് അവർക്ക് വന്നിട്ടുള്ളത്, എന്താണ് കാരണം, അതിൽ ആരുടെ ഭാഗമാണ് ശരി, എത്രയും നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് സംസാരിക്കേണ്ടത് ആ ഒരു തെറ്റായി നിൽക്കുന്ന ആളുടെ ഭാഗത്തായിരിക്കണം കൂടുതൽ സ്നേഹത്തോടെ ഇടപഴകി ശരിയാക്കേണ്ടത്. മറ്റാളുടെ ഭാഗത്ത് ഒരൊറ്റ സംസാരിക്കാനുള്ളൂ, നിങ്ങൾ ശരിയാണ്, നമുക്ക് സംസാരിക്കാം, അത്രേ വേണ്ടു. മറ്റാളുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യലാണ് നമ്മുടെ ഇത്. അപ്പൊ ആളുടെ ഭാഗം, ഓരോ ഭാഗം എടുത്തിട്ട് അത് ശരിയാണ് 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 എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് എന്തായിരിക്കും, മനസ്സിലാക്കിക്കുന്നിടത്ത് ആള് തോറ്റു കൊടുക്കാൻ. അതായത് അവിടെ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് എന്താണ്, ഇമോഷണൽ മെച്യൂരിറ്റി. എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടൂളാണ് ശരിക്കും ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭാഗം ശരിയാണ് എന്നറിഞ്ഞിട്ടും തോറ്റു കൊടുക്കുക. അത് നമുക്ക് വൈകാരികമായിട്ട് നമ്മൾക്ക് അല്ലെ അതിന്റെ ഒരു നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കണം തെറ്റായ ഒരാളെ നമ്മൾക്ക് തിരുത്തേണ്ടതെന്ന്. മനസ്സിലായോ? നമ്മളിപ്പോ നമ്മൾ പറഞ്ഞു പലപ്പോഴും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക, സൈലൻസിന് പവർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടു, ദേഷ്യപ്പെട്ടു, എന്നിട്ട് മീൻസ് സങ്കടവും ദേഷ്യമൊക്കെ ഉള്ളിലുണ്ടായിട്ട് അതെല്ലാം കൂടി സപ്രസ് ചെയ്യണം എന്നല്ല, അടക്കി വെച്ചിട്ട് അവസാനം പൊട്ടിത്തെറിക്കണ വിധത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു വെക്കണം എന്നല്ല പറയണത്. പകരം എന്താണ്, നമ്മൾക്ക് അത് പ്രകടിപ്പിക്കുന്ന രീതിയെ നമുക്ക് മാറ്റിയെടുക്കാം. സങ്കടം വന്നു, ദേഷ്യം വന്നു, സങ്കടം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, കരയാം അല്ലെ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയില് ദിലീപ് ചെയ്യണ പോലെ ഭയങ്കര ചിരിച്ചു നിന്നെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയിട്ട് തല്ലിപ്പൊളിക്കണ പോലെ അല്ലെ, മനസ്സിൽ നമ്മുടെ ദേഷ്യത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കി വെക്കാൻ നമുക്ക് പറ്റണം. ചെറുതായിട്ടാണെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ പ്രകടിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു കളയാം. അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ കുറെ കാര്യങ്ങൾ അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും ജേർണലിങ്ങും ഒക്കെ അല്ലെ നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഒരു ടാസ്ക് ആയിരിക്കണം നമ്മളെല്ലാവരും എടുക്കേണ്ടത്. മനസ്സിലായി? നമ്മുടെ ഹൃദയത്തിന് ഓരോ ദിവസം ഡെയിലി പ്യൂരിഫിക്കേഷൻ എന്ന് പറയും, ഇമോഷണൽ ഹൈജീനിന്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മളുടെ ഡെയിലി നമ്മുടെ എന്താണ് പ്യൂരിഫൈ ചെയ്യാം, നമ്മൾ ഹൃദയത്തെ ശുദ്ധീകരിച്ചു കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ ഇന്നൊരു ദിവസം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മനസ്സിൽ, അതായത് വല്ലാതെ എഫക്ട് ചെയ്തിട്ടുള്ള സങ്കട ദേഷ്യമൊക്കെ അതുപോലെ തന്നെ നിൽക്കേണ്ടോ, ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഡെയിലി പ്യൂരിഫിക്കേഷൻ, ഡെയിലി ഹൈജീൻ ഇത് ആയിട്ടായിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടതെന്ന്. ഒരു ദിവസം അവസാനിക്കണ ദിവസം നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും ദേഷ്യങ്ങളോ ഒരാൾ പക, അസൂയ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഒരു ദിവസം നമ്മൾ അവസാനിപ്പിക്കുന്നത് എങ്കിൽ അല്ലെ, അത് നമ്മളുടെ അകത്ത് കിടന്നിട്ട് എന്താണ് സംഭവിക്കണത്, ശരിക്കും ഒരു ദേഷ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കനൽക്കട്ട പോലെയാണ്, നല്ല ചൂടുള്ള സാധനം. ഈ സാധനം നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാല് നമുക്കാ പൊള്ളുള്ളൂ, അപ്പുറത്തുള്ള ആൾക്കാർക്ക് പൊള്ളില്ല അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ നെഗറ്റീവ് ഇമോഷൻസ് എന്തെങ്കിലും ഉണ്ടായാൽ അത് പ്യൂരിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾക്കാണ് ചൂട് പൊള്ളുക, നമ്മൾക്കാണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുന്നത്. അപ്പൊ അപ്പുറത്തുള്ള ആൾക്ക് എന്തുണ്ടാവില്ല, ഇതിനൊരു പൊള്ളലും ഉണ്ടാവില്ല, അതിന്റെ ഒരു എഫക്റ്റും അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മള് പ്യൂരിഫിക്കേഷൻ നടത്തേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഇനിയൊരു കാര്യം ചോദിക്കാം, ഏറ്റവും കൂടുതൽ ഒരാളെ സംബന്ധിച്ചിട്ടാ, ഇപ്പൊ ഞാൻ എല്ലാവർക്കും അഭിപ്രായം പറയാം, ഒറ്റ വാക്കിൽ പറയാം, അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇമോഷണലി ട്രിഗർ ചെയ്യുന്ന ആ ഒരു കാര്യം എന്തായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം തോന്നുന്നു അല്ലെങ്കിൽ ഇമോഷണലി ട്രിഗർ ആകുന്നത് മാം പറഞ്ഞ പോലെ ഇൻസൾട്ടിങ് ആണ്. ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കുക, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവരൊരു വില കൊടുക്കുന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ഇമോഷണലി ട്രിഗർ ആകും. മീൻസ് അതാണ് എനിക്ക് തോന്നുന്നു ബാക്കിയൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഇൻസൾട്ടിങ് വന്നു കഴിഞ്ഞാൽ, അല്ലെ എനിക്ക് ഫീൽ ചെയ്താലും മതി മറ്റുള്ളവർ എന്നെ ഇൻസൾട്ട് ചെയ്യണമെന്നുള്ളത്, എനിക്ക് ഫീൽ ചെയ്തു അവരെന്നെ മാറ്റി നിർത്തി അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അത്
അതെന്നെ മാനസികമായിട്ട് തന്നെ അത് ബാധിക്കും. ടോർച്ചറിങ് അല്ലെങ്കിൽ ഭയങ്കര ട്രിഗറിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ പ്രൊഫഷണൽ മേഖല, ജോലി രംഗത്ത് കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ അടുത്തും നമ്മുടെ അടുത്തുള്ള പാർഷ്വാലിറ്റി, നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി, നമ്മുടെ അതോറിറ്റീസും കൂടെ വർക്ക് ചെയ്യുന്നവരോടുള്ള ആ രീതി, അതിനകത്ത് വരുമ്പോ ഒരുമിച്ച് ഒരേ പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ തമ്മിലുള്ള ആ ഒരു പാർഷ്വാലിറ്റി കാണിക്കുന്ന കാണുമ്പോൾ ശരിക്കും പിന്നെ അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ക്രിട്ടിസൈസേഷൻ ഒക്കെ അവർ നടത്തുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഇത്രയും കമ്മിറ്റ്മെന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നല്ല വിഷമവും ദേഷ്യമൊക്കെ വരും. പക്ഷെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി അല്ലേ, ദേഷ്യം പ്രകടിപ്പിക്കാൻ പാടില്ല. അതൊക്കെ ഉള്ളിൽ ഇങ്ങനെ അടക്കി ചിരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാം, അല്ലാണ്ട് രക്ഷയില്ല. അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത ആള്. സാധനങ്ങളൊക്കെ ഇങ്ങനെ കേടാക്കിയൊക്കെ കളയുമ്പോ അപ്പൊ ഒരു മക്കളോടെ ഇനി കൊടുക്കലും കാണിക്കലുണ്ടാവാം, അല്ലാണ്ട് പുറത്താരോടും അങ്ങനെ കാണിക്കില്ല ഞാൻ. സാധനങ്ങൾ നശിപ്പിക്കുമ്പോ അല്ലെ, എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോ. ഓക്കെ, രമ്യക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ ട്രിഗർ വരാറില്ല. സ്മിത മാം പറ. എനിക്കും അതെ, വീട്ടില് നമ്മളിപ്പോ എല്ലാവരും ഒരുമിച്ചൊക്കെ താമസിക്കുന്ന വീടൊക്കെ ആകുമ്പോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളങ്ങോട്ട് മാറ്റി നിർത്തണ പോലെ ആയിരിക്കും അവിടുത്തെ ഓരോ കാരണങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്ക് ആകെ ഒരു വിഷമൊക്കെ വരാറുണ്ട്. അതാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് കിട്ടിയാലാണ് നിങ്ങൾക്ക് ആ പ്രശ്നം സോൾവ് ആവാ? ഇപ്പൊ ഇത്ര കാര്യങ്ങൾ പറഞ്ഞില്ലേ, ആ പ്രശ്നം സോൾവ് ആവാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നത് എന്ത് സൊല്യൂഷൻ കിട്ടുമ്പോഴാണ്? വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞോ. മാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്നു പറച്ചില് ചിലപ്പം നമുക്ക് ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ അത് ഞാൻ എടുത്തു പറഞ്ഞത്, ചിലപ്പോൾ ഓഫീസിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പം എനിക്ക് എന്റെ തോന്നലായിരിക്കാം. പലപ്പോഴും തുറന്നു പറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അങ്ങനെ പല കോൺഫ്ലിക്ട്സുകളും പോയിട്ടുണ്ട്. ചിലത് പോയിട്ടുമില്ല, ചിലത് ആൾക്കാരുടെ നേച്ചർ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവരെ പൊരുത്തപ്പെടാൻ പറ്റത്തില്ല, ചില ആൾക്കാരുടെ ക്യാരക്ടർ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ അത് ചില വ്യക്തികളോടുള്ള കോൺഫ്ലിക്റ്റ് മാം പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. അവർക്ക് നമ്മളിൽ നിന്ന് അകന്നു പോകണോ, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ മനസ്സും ആകെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ അവിടെ നിന്ന് ഒഴിവായി പോവുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, പ്രിയ മാഡം, ഹോസ്പിറ്റലിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുള്ള ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് നിങ്ങൾ എങ്ങനെയാ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം? മീൻസ് നിങ്ങളുടെ മനസ്സിന് അത് ഹേർട്ട് ആയിട്ടുണ്ട്, ഹീൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എന്താ പറയാ മാനസികമായിട്ട് നിങ്ങളെ തകർക്കും. പക്ഷെ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ എന്താണ് മുൻപൊക്കെ കാണാറുള്ളത്? നമ്മളിപ്പോ പഠിച്ചു അല്ലെ, നമുക്ക് എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾ ഇനിയിപ്പോ അടുത്ത 2 ദിവസത്തിനുള്ളിൽ അടുത്ത 2 സെഷനിലൂടെ കംപ്ലീറ്റ്ലി, ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് നെഗറ്റീവ് എല്ലാം പോയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തുന്ന സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ശുദ്ധിമാൻ കുട്ടികൾ സാധനങ്ങൾ താഴ്ത്ത് വീണ് പൊട്ടിച്ചു. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വന്നു. അതിന് ആ ദേഷ്യം കുട്ടികളെ തല്ലിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ നമ്മൾ തീർക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലത്തെ എന്താ പറയാ വന്നിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കാണാ? കുട്ടികളെ തല്ലി കഴിയുമ്പോൾ ദേഷ്യം മാറോ? തല്ലി കഴിഞ്ഞ ദേഷ്യം മാറില്ല, അത് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ അങ്ങനെ തല്ലണേലും കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ കുറെ കഴിയുമ്പോ സോഫ്റ്റ് ആവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടാ, ഇപ്പൊ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പോവാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ഞാനൊക്കെ ഇതുപോലെ തന്നെയാ. ദേഷ്യം വരുമ്പോ നമുക്ക് ഇങ്ങനെ വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ സ്കൂള് തൊട്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണ കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞാലോ പെട്ടിയടക്കം കൊണ്ടുപോയിട്ട് വീട്ടിലെടുത്തേക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. മറ്റേ മിഥുനത്തിലെ ഉർവശി ചെയ്യണ മാതിരി ആദ്യമായിട്ട് ഞാൻ വാങ്ങിയെറിഞ്ഞ കല്ലും ആദ്യത്തെ ലവ് ലെറ്ററും എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ സൂക്ഷിക്കണ പരിപാടി ഉണ്ട്. ഈ സാധനങ്ങൾ, ആൽബങ്ങൾ, ഇതൊക്കെ കുട്ടികൾ ഉണ്ടായതിനു ശേഷം അവരെ നശിപ്പിക്കുമ്പോൾ എനിക്കൊരു തരം അവസ്ഥയാണ് വരാം. പിന്നീട് നമ്മളിങ്ങനെ പഠിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. അതായത് നമ്മളെല്ലാവരും മരിക്കും ഇല്ലേ, നമ്മളെല്ലാവരും മരിക്കും. എന്തൊരു സാധനം ഉണ്ടായാല് അതിനൊരു അവസാനമുണ്ട്. എല്ലാം ജനിക്കുക മാത്രമല്ല, അത് മരിക്കുകയും ചെയ്യും. ഈവൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ആയുസ് കഴിഞ്ഞാൽ അത് പൊട്ടും അല്ലെ. ഒരു ചെടി പൂ വിരിഞ്ഞാല് അത് വാടും. ഇങ്ങനെ അതായത് ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കൾക്കും ഒരു ജനനവും മരണവും ഉണ്ട്. അപ്പൊ ആ മരണ സമയത്ത് നമ്മൾ ഒരാൾ ആക്സിഡന്റിൽ മരിക്കുന്നു, അല്ലാതെ മരിക്കുന്നു, രോഗം വന്ന് മരിക്കുന്നു. ഇങ്ങനെയൊക്കെ അതിനൊക്കെ നമ്മൾ മാനസികമായിട്ട് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചില്ലേ? നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അതായത് ഇതാണ് ലൈഫ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്താകും, അതിനെല്ലാം മാനസികമായിട്ട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകും അല്ലെ. നമുക്ക് ചുറ്റുള്ള ആളുകൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമുക്കൊന്നും ചിലപ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആളുകളൊക്കെ
എന്ത് ചെയ്യും? മരണപ്പെടുകയും വലിയ അപകടങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ മുന്നിൽ ദൈവം കണ്ട് കാണിക്കാൻ വേണ്ടി കാത്തു വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ സംഭവിക്കും എന്ന് കരുതി നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ മാനസികമായിട്ട് പരുവപ്പെടണം. നമ്മള് ജനനം നടക്കും, മരണം നടക്കും. അപ്പൊ അത് അതിന്റെ ഒരു വഴിയിൽ കൂടെ നടക്കും. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. അതായത് നമ്മള് ഇപ്പൊ അത് നമ്മളെ മക്കളോടായാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണത്. ഒരാളുടെ ആയുസ് കഴിഞ്ഞാൽ എങ്ങനെ, ഒരു ഗ്ലാസ് അതിന്റെ ആയുസ് കഴിഞ്ഞാൽ അത് പൊട്ടണം എന്ന് കരുതി നമ്മൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ ജീവനാ. അതുക്കും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ വീട്ടിലില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് അതിന്റെ ആയുസെത്തി എന്ന് സ്പോട്ടിൽ തീരുമാനിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാല് മക്കളുടെ, അതായത് കാലാകാലം അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ട കോൺഫിഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് കരുതി കുറുമ്പിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നല്ല കേട്ടോ പറയണേ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞത് എന്താണ്, അതിന്റെ കുഞ്ഞ് 3 വയസ്സായിട്ടുള്ളൂ. അതായത് സഹിക്കാൻ പറ്റാത്ത കുറുമ്പാന്ന് പറയണേ. എല്ലാം വലിച്ചു വരെയാ, ഇങ്ങനെ ചീത്ത വാക്കുകൾ പറയാ, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, എല്ലാവരോടും ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 1 വയസ്സുള്ള കുട്ടി വേറെ ഉണ്ട്, 3 വയസ്സുള്ള കുട്ടിയുണ്ട്. അപ്പോ നമ്മൾ അതിന്റെ ഒരു മൂല കാരണം അന്വേഷിക്കുമ്പോൾ ആ കുട്ടിക്ക് പ്രഗ്നൻസിയിൽ തന്നെ കുട്ടിക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ്, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയിട്ടാണ് പോയിക്കണത്. അത് ജനിച്ചു കഴിഞ്ഞിട്ടും എന്താണ് കുട്ടി ഉണ്ടായതിനു ശേഷമുള്ള ഈ അമ്മയുടെ മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ അടുത്തൊരു കുഞ്ഞുണ്ടാവണ്. അപ്പൊ നമ്മളുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് നമുക്ക് മൊത്തത്തില് നമ്മളോടും ചുറ്റുള്ള ആളുകളോടൊക്കെ അല്ലെ. അപ്പൊ ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ടാകും എന്ന് ആലോചിച്ച് നോക്കിയേ, മൂത്ത കുട്ടിക്ക്. അപ്പൊ അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അതിനെ ആഗ്രഹിച്ച സമയത്ത് ലാളനെ കിട്ടാണ്ടിരിക്കുക, അതിന്റെ കൊഞ്ചൽ കേൾക്കാനില്ല എടുക്കാണ്ടിരിക്കുക. ഈ സമയങ്ങളിൽ അല്ലെ കുട്ടിക്ക് വന്നിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതുപോലെ ഒരു കുറുമ്പായിട്ട് മാറണത്. ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ, അവൻ എന്തെങ്കിലും ഇങ്ങനെ ആക്കാൻ നിൽക്കുന്ന സമയത്ത് അവനെ തല്ലരുത്, ഇനി ചീത്ത വിളിക്കരുത്. അതൊന്നും അർഹിക്കണ പ്രായം പോലായിട്ടില്ല. അവനക്ക് കിട്ടാത്തത് എന്താണ്, അവന് വേണ്ടത് ആ ഒരു കൊഞ്ചലും അവനെ ലാളനയൊക്കെയാണ്. അത് നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് നമ്മുടെ മാത്രം മിസ്റ്റേക്കാ. ഞാൻ പറയണ എന്തൊന്നാലും അവൻ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, വിടരുത് അവനെ. അത്രയും അവനോട് സംസാരിച്ചിട്ടും എന്താ പറയാ സംസാരിക്കാനുള്ള ഒരു അവസരങ്ങൾ കൊടുക്കുക. എന്നിട്ട് പക്വതയോട് കൂടിയിട്ട് മാതാപിതാക്കൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് മക്കളും പക്വത ഉള്ളതായിട്ട് വരും. നമ്മുടേതായിട്ടുള്ള എല്ലാ ഫീലിങ്സും അവരോട് ഷെയർ ചെയ്യുക, സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് കുട്ടികളോട്. അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളുടെ അപ്പ് ആൻഡ് ഡൗൺസ്, നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ സന്തോഷങ്ങള് ഇതെല്ലാം അവർക്ക് മനസ്സിലാകും. അവർക്ക് പലതും മനസ്സിലാകാതെ വരുമ്പോഴാണ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോഴാണ് അവർ ഇതുപോലെ റിയാക്ട് ചെയ്യുന്നത്. അവനോട് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതുപോലെ ആളുകൾ ഉള്ള സമയത്ത് ഞാനിങ്ങനെ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ആവാൻ പാടില്ല എന്നവർ നേരത്തെ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തും. അപ്പൊ നമ്മൾ പലതും എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ കുറവ്, നമ്മുടെ ബിഹേവിയറിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മക്കളെ ബാധിക്കും. അപ്പൊ ആദ്യം തന്നെ വേണ്ടത് നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു ഹീലിംഗ്, നമ്മളുടെ മെന്റൽ എന്താണ് ഒരു സ്ട്രെങ്ത്, അതുപോലെ തന്നെ നമ്മളെ മെന്റലി ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളെ, ഇമോഷണലി ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ ക്ഷമിക്കാം, സൈലന്റ് ആകാൻ പറ്റുന്നിടത്തോളം സൈലന്റ് ആകാം, പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റുന്നിടത്തോളം പ്രതികരിക്കാണ്ടിരിക്കുക, റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. ഇനി നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരാളെ ട്രിഗർ ചെയ്യാത്ത വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മറുപടി പറയാൻ പറ്റണം. അത്രയ്ക്കും ഈ സൈക്കോ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, നമുക്ക് വേറൊരു സമയത്തേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് തീരെ അതായത് ഒരു ബാഡ് ഇന്റൻഷനോടുകൂടി ഒരാൾ നമ്മൾ ഒഴിവാകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. നോ പറയേണ്ടടുത്ത് സന്തോഷത്തോടു കൂടി നോ പറയാൻ പഠിക്കുക. നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യുക, നമ്മളോടാണ് ഫോർഗീവ് ചെയ്യേണ്ടത്. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എല്ലാവർക്കും ഫോർഗീവ് ചെയ്യും, നമുക്ക് നമ്മളോട് ഫോർഗീവ് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അഗാധമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതായത് ഒന്ന് ആലോചിച്ച് നോക്കോ, നമ്മളെ തന്നെ നമ്മൾ വേദനിക്കാൻ എടുത്ത കാരണങ്ങൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാരണം കൊണ്ട് നമ്മൾ സ്വയം നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഒരു കറുത്ത ഒരാളാണ്, മെലിഞ്ഞ ഒരാളാണ്, നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്ന സമയത്ത് നമ്മളെ കണ്ണാടി നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയും, ഓ ഞാൻ ശരിക്കും കറുത്തതാണല്ലേ, ശരിക്കും എന്നെ കാണാൻ ഒരു ഭംഗിയില്ലല്ലേ, എനിക്ക് ഇങ്ങനെയാണല്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മളോട് ചെയ്ത തെറ്റാ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കിട്ടാന്ന് എന്റെ പേരെടുത്തിട്ട് നമ്മൾ എഴുതണം, ഫോർഗീവ് ചെയ്യണം. നമ്മളോട് ചെയ്തിട്ടുള്ള എല്ലാ വിഷമങ്ങളും നമ്മളോട് ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഭാരം പോയി. നമ്മുടെ മനസ്സിലായ ബാക്കിയുള്ള ആളുകളോട് ഫോർഗീവ് ചെയ്യണേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മളോട് ഫോർഗീവ് ചെയ്യാന്നുള്ളതാ.
നമ്മളോട് എന്താ പറയാ ചെയ്ത തെറ്റുകൾ, നമ്മളോട് ചിന്തിച്ചു പോയ തെറ്റുകൾ, നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ ഇല്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ആലോചിച്ച് കഴിഞ്ഞാൽ 100,000 കാര്യങ്ങൾ വരും നമ്മൾ ഇതുവരെയുള്ള ലൈഫിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ, നമ്മൾ ചെയ്തുപോയ തെറ്റുകൾ ഇല്ലേ, ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ പെരുമാറിയ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മാറ്റം നമുക്ക് അവിടെ സംഭവിക്കുന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഓരോ ദിവസം അവസാനിക്കുന്ന സമയത്ത് അല്ലെ, നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മളുടെ ഹൃദയം ഹീൽ ചെയ്യപ്പെട്ടിട്ടാണോ ഇന്നത്തെ ഒരു ദിവസം എന്ന് ആലോചിച്ചിട്ട് നമ്മൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിഹാര മാർഗം ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടതെന്ന്. മനസ്സിലായോ നമുക്ക്? അപ്പൊ എന്താണ്, ഒരു പ്രാവശ്യം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യും, ചിലപ്പോൾ അത് നമുക്ക് എല്ലാം വിചാരിച്ച പോലെ ക്ഷമ കിട്ടണമെന്നില്ല. മനുഷ്യനാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പയ്യെ നമ്മൾ ഇത് എന്താകും, ഇത് പ്രാക്ടീസ്ഡ് ആവും, നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലാവും. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു നല്ലൊരു ഇന്റൻഷൻ ഉണ്ട് അല്ലെ, നമുക്ക് നല്ലൊരു ഇന്റൻഷൻ ഉണ്ടല്ലേ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഇത് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾക്ക് ഒരു പ്രശ്നം നമ്മളെടുത്ത് ഒരാൾ എടുക്കാൻ വന്നാലും, നമ്മൾ ഒരാളോട് ചെയ്യേണ്ടി വന്നാലും, രണ്ടുപേര് തമ്മിലുള്ള ഒരു പ്രശ്നം വന്നാലും, ഇതൊക്കെ നമ്മൾക്ക് ഒരു വിശാല മനസ്സോടുകൂടി നോക്കി കണ്ടു പരിഹാരം നിശ്ചയിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാനസികമായിട്ട് വളർന്നില്ലേ. ഇനി എന്താണെന്ന് അറിയോ, 2-3 പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കണം. അപ്പോൾ നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. ഫസ്റ്റ് പ്രാവശ്യം നമുക്ക് ഫെയിൽ ആകും, 2ാമത്തെ പ്രാവശ്യം നമ്മൾക്ക് കൺഫ്യൂഷൻ ആവും, 3ാമത്തെ പ്രാവശ്യം സക്സസ് ആവും. ഓക്കെ, സെറ്റ് അല്ലേ?